വിശ്വാസികളെ, നമ്മേറെ ഇഷ്ടപ്പെടുന്ന സർവ്വലോകങ്ങളുടെയും സട്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഏതൊരു മനുഷ്യൻ്റെയും ദുനിയാവിലെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം തൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ആവശ്യമായ ഒരു നല്ല ഒരു വീട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആഗ്രഹിച്ചവരിൽ ഒരുപാട് ആളുകൾ വർഷങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായിക്കൊണ്ട് വീടുണ്ടാക്കുകയും ആ വീട്ടിൽ താമസിക്കുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷം, താൻ ഇത്രയും കാലം സ്വപ്നം കണ്ടിരിക്കുന്ന സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സന്തോഷിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എത്രയോ വർഷങ്ങളോളം ഒരുപക്ഷെ പ്രവാസിയായിട്ടും അല്ലെങ്കിൽ നാട്ടിലുമായി ഒരുപാട് അധ്വാനിച്ച് തൻ്റെ സമ്പത്ത് മുഴുവനും തൻ്റെ വീട് എന്ന സ്വപ്നത്തിന് വേണ്ടി മാറ്റിവെച്ച ആളുകളുണ്ട്. എന്നാൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും അത് 5000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും 45,000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ഒക്കെ, എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ശരി, നാം ഉണ്ടാക്കുന്ന ഈ ആഡംബര ഭവനങ്ങൾ ഒരു ദിവസം നശിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഒരു പക്ഷേ ഒരു പ്രകൃതിക്ഷോഭം കൊണ്ടായിരിക്കാം. നമ്മൾ ഉണ്ടാക്കി അതിൽ താമസിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഇത്രയും കാലം അധ്വാനിച്ച് സ്വപ്നം കണ്ട് ഉണ്ടാക്കിയ ഈ ഭവനത്തിൽ താമസിക്കണമെന്ന് ആഗ്രഹിച്ച് തലേ ദിവസം വീടിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി പിറ്റേ ദിവസം ഇത്രയും കാലം അധ്വാനിച്ചിരിക്കുന്ന മനുഷ്യന്റെ മയ്യത്ത് ആ വീട്ടിൽ വെക്കേണ്ട ഒരവസ്ഥ ഉണ്ടായില്ലേ? ഒരു ദിവസം പോലും അതിൽ താമസിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഈ ദുനിയാവിനോട് വിട പറഞ്ഞു പോയ മനുഷ്യൻ, നശിക്കുന്ന വീടിന് വേണ്ടി നാം എത്രയോ അധ്വാനിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ നശിക്കാത്ത വീടുണ്ടാക്കാൻ വേണ്ടി നാം എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ട് എന്നും കൂടി നമ്മൾ ആലോചിക്കണം. ഭൂമിയിൽ വീടുണ്ടാക്കാനുള്ള അത്രയും ബുദ്ധിമുട്ട് സ്വർഗത്തിൽ വീടുണ്ടാക്കുവാൻ ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ സത്യം. നമ്മൾ അധ്വാനിച്ച എത്രയോ വർഷങ്ങൾ, അതിന് ശാരീരികമായി അധ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായിട്ടുള്ള അധ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല ആളുകളുടെയും സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പല ആളുകളുടെയും പ്രാർത്ഥനകളും പലതും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നശിക്കാത്ത ഒരു വീട്, സ്വർഗത്തിലെ ഭവനത്തിന് വേണ്ടി നാം എന്ത് പ്രയത്നിച്ചു എന്നും കൂടി നമ്മൾ ചിന്തിക്കണം. സ്വർഗത്തിൽ ഭവനം ലഭിക്കാൻ വേണ്ടി ഇഹലോകത്ത് എന്തും ത്യാഗം സഹിക്കാൻ സന്നദ്ധരായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ മുൻഗാമികൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഫിർഔനിന്റെ ഭാര്യയാണ്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ ഒരു നാട് ഭരിക്കുകയും ഞാനാണ് അല്ലാഹ് എന്ന് പറയുകയും
അതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ കൊല്ലാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയായി കൊട്ടാരത്തിൽ ജീവിച്ച ഫിർഔനിന്റെ ഭാര്യയാകുന്ന ആസിയ ബിൻ മുസാഹിൻ, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സഹോദരന്മാരെ. ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും ലഭിച്ച് കൊട്ടാരത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീ, ഒരു നാട് ഭരിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാര്യയായി ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ, അവർ പറയുന്നൊരു വാക്ക് അള്ളാഹുവിനോട് പറയാ, ഈ സ്ത്രീയെ കുറിച്ചിട്ടാണ് മുഅ്മിനീങ്ങൾക്ക് മാതൃകയായി അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ളത്. എന്താണ് അവർ പറഞ്ഞ വാക്ക്? ഇത് അള്ളാഹുവെ, ഞാൻ നിന്റെ അടുത്ത് ഒരു സ്വർഗത്തിൽ ഒരു ഭവനമാണ് ഞാൻ ആഗ്രഹിക്കുന്ന റബ്ബേ എന്ന്. അള്ളാഹുവെ, ഇവിടെയുള്ള കൊട്ടാരങ്ങളല്ല ഞാൻ ആഗ്രഹിച്ചത്, ഇവിടെയുള്ള സുഖ സൗകര്യങ്ങളല്ല ഞാൻ ചിന്തിച്ചത്. റബ്ബേ, നിന്റെ അടുത്തുള്ള സ്വർഗത്തിലുള്ള ഒരു ഭവനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഫിർഔനിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പടച്ചോനെ എന്നെ നീ രക്ഷപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോ സ്വർഗത്തിൽ ഒരു ഭവനം കിട്ടാൻ വേണ്ടി ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും ത്യജിക്കാൻ തയ്യാറായി, തന്റെ ആദർശത്തെ വിടാതെ. ഇതാണ് ഒരു സ്ത്രീയെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത്രയും ത്യാഗങ്ങളൊന്നും ഇല്ലാതെ സ്വർഗത്തിൽ വീട് നിർമ്മിക്കാൻ കഴിയും, അവരൊന്നും അനുഭവിച്ച ത്യാഗങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ തന്നെ സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിന് ചില ശ്രദ്ധകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിലൊന്നാമത്തെ കാര്യം സഹോദരന്മാരെ, തഖ്വയാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ എത്തിക്കുന്ന പ്രവർത്തനമാണ് തഖ്വ, അഥവാ അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത. ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയുണ്ടെങ്കിൽ അവൻ വിജയിക്കുന്നതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബാദത്തിന്റെ വിഷയമാണ്. തന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളോടും പ്രാർത്ഥിക്കുകയില്ല എന്ന തീരുമാനം ഉണ്ടാവണം. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് പിന്നെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചത് കൊണ്ട് കാര്യമില്ല. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തിൽ സൂക്ഷ്മതയുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ലാകിനല്ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയത്തുൻ തജ്രി. അല്ലാഹു പഠിപ്പിക്കുകയാണ്, അവരുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് മണിമാളികകളുണ്ടെന്ന്. എവിടെ? സ്വർഗത്തിൽ. അത്രമായ സുന്ദരമായ ജീവിതം അവർക്ക് നയിക്കാൻ കഴിയുന്ന. പിന്നെയോ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ അവർക്ക് കിട്ടുന്ന. ഇത് വെറും വാക്കല്ല. ചില ആളുകൾ ഞാൻ എനിക്ക് വീടുണ്ടാക്കി തരാന്ന് പറയും. ചിലപ്പോ അവരും തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ വീടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്. അള്ളാഹു ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാർ, ആ വാഗ്ദാനം അള്ളാഹു ലംഘിക്കൂല. അള്ളാഹു പഠിപ്പിച്ച ഒരു കാര്യം അത് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അള്ളാഹു ഓഫർ ചെയ്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു തരുന്ന. അതിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരന്മാരെ തഖ്വയാണ്. രണ്ടാമത്തെ കാര്യം ക്ഷമയാണ്. ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന, പലർക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് സഹോദരന്മാരെ ക്ഷമ എന്നുള്ളത്. ക്ഷമ എന്നുള്ളത് ഒരു ചെറിയ പദമാണെങ്കിലും അതിൻ്റെ അത്ര പ്രതിഫലമുള്ള കാര്യം വേറെന്താണുള്ള സഹോദരന്മാരെ. ക്ഷമിക്കാൻ ഒരു മനുഷ്യൻ ജീവിതത്തിൽ തയ്യാറായാൽ അതിന് പുണ്യമല്ലാതെ വേറൊന്നും ലഭിക്കില്ല. സൂറത്ത് ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അടിമകളുടെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, ഉലൈക യുജ്സൗനൽ ഉർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. ആ കൂട്ടരുണ്ടല്ലോ, ഒരുപാട് വിശേഷണങ്ങൾ എന്നെ പറഞ്ഞതിന് ശേഷം പറയാണ്, അവർക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് ഒരു കൊട്ടാരമാണെന്നാണ്. അവർക്ക് പ്രത്യേകമായ റൂമാണ് ലഭിക്കുന്നത്. ബിമാ സബറു. എന്തിനാ കിട്ടുന്നത്?
അവർ ദുനിയാവിൽ ക്ഷമിച്ചതിന്റെ ഫലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ അവർ എന്ത് ചെയ്തു? ക്ഷമിച്ചു. ജീവിതത്തിൽ അവർ പറയ മാത്രമല്ല, ജീവിതത്തിൽ ക്ഷമ എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ എന്ത് ചെയ്തു? അവർക്ക് സാധിച്ചു. അവർക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് അവരെന്തെയും അഭിവാദ്യത്തോടു കൂടി കൊണ്ടുപോകുന്ന പറഞ്ഞത്. നമ്മൾ ചിന്തിച്ചു നോക്കിയട്ടെ, കോടാനുകൂടി മനുഷ്യന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്വർഗ കവാടത്തിൽ വെച്ചുകൊണ്ട് മലക്കുകൾ അവർക്ക് സലാം പറഞ്ഞുകൊണ്ട് ആ സ്വർഗ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്ന രംഗം, അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ഇല്ല സഹോദരന്മാരെ. അവിടെ സുഖങ്ങളാണ്, അവിടെ പിന്നെ മരണമില്ല, അവിടെ സുഖമായി ജീവിക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ക്ഷമയാണ്. ക്ഷമിക്കാൻ ജീവിതത്തിൽ സാധിച്ചുവെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ എന്തുണ്ട്? പ്രത്യേകമായ വീടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസിലൂടെ അല്ലാഹുവിന്റെ അരികിൽ സ്വർഗത്തിൽ വീട് കിട്ടാൻ വേണ്ടി 4 കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂൽ പറയാണ്, ഇന്ന ഫിൽ ജന്നതി ഗുറഫൻ തുറാ ളുഹൂറുഹാ മിൻ ബുതൂരിഹാ വബുതൂനുഹാ മിൻ ളുഹൂരിഹാ. സ്വർഗത്തിൽ ഒരു റൂമുണ്ട്, അതിന്റെ അകത്ത് നിന്ന് പുറം ഭാഗവും പുറത്തു നിന്ന് അകത്തെ ഭാഗവും കാണുവാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധില്ല. അത്രയും സുന്ദരമായിട്ടുള്ള ഒരു റൂം ഒരു വിഭാഗത്തിന് വേണ്ടി അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, അറാബിയായ ഗ്രാമീണനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് കൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അത് ആർക്കാണ് റസൂല് കിട്ടുക? അത് ആർക്കാണ് കിട്ടുക? അപ്പൊ റസൂൽ എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്, ലിമൻ അത്വാബൽ കലാം. ഒന്നാമത്തെ കാര്യം സംസാരം നന്നാക്കുക. തന്റെ സംസാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന സമ്മാനമാണ്. എത്രമാത്രം അല്ലേ? ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കട്ടെ, സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന പലരും നിസ്കാരവും നോമ്പും എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ അതിലൂടെ അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന പലതും എന്താണ് സഹോദരന്മാരെ? സൂക്ഷ്മതയില്ലാത്ത തരത്തിൽ അവരുടെ ജീവിതത്തിന്റെ അഴമാലുകൾ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ടെസ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്? എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവർ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് നമ്മൾ ആലോചിക്കുക? ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ കളവ് പറയാൻ മടിയില്ലാത്തവർ, സംസാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാത്തവർക്കല്ല ഈ സമ്മാനമുള്ളത്. സംസാരത്തിന് ശ്രദ്ധ പുലർത്തുന്ന ആളുകൾ. രണ്ടാമത്തത് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൂന്നാമത്തത് വ്രതാനുഷ്ഠാനം സ്ഥിരമാക്കുക. രാത്രി ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? എഴുന്നേറ്റ് നിസ്കരിക്കാൻ. ഈ ആളുകൾക്ക് എന്തുണ്ട്? ഒരു പ്രത്യേകമായ റൂം സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ചിന്തിച്ചു നോക്കിയ സഹോദരന്മാരെ, നമ്മുടെ സംസാരങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. കളവ് പറയുന്ന സംസാരങ്ങളാണോ? ചീത്ത വിളിക്കുന്ന സംസാരങ്ങളാണോ? ആരെങ്കിലും പരസ്പരം തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അവർ ചീത്ത വിളിക്കുക, അവരുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞു നടക്കുക, എന്ത് തോന്നിയാസങ്ങളും പ്രവർത്തിക്കുക. ഈ പ്രവർത്തനങ്ങളാണെങ്കിൽ അവർക്കുള്ള സമ്മാനമല്ല ഇവിടെ പഠിപ്പിച്ചത്. രാത്രി നേരങ്ങളിൽ എഴുന്നേറ്റത് കൊണ്ട് നമസ്കരിക്കുക. ഈ നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? നല്ല ക്ഷമ ഉണ്ടാവണം സഹോദരന്മാരെ. ആ സമയത്ത് സുബഹിയുടെ മുമ്പിൽ എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതൊക്കെ വലിയൊരു ജിഹാദാണ്. പ്രഭാതത്തിൽ പള്ളിയിലേക്ക് വരിക എന്നുള്ളത് വലിയൊരു ജിഹാദ് തന്നെയാണ്. പ്രഭാതത്തിലേക്ക് പള്ളിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ജിഹാദാണ് സഹോദരന്മാർ ചെയ്യുന്നത്? എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? അതുകൊണ്ട് ഈ പുണ്യം നേടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. ഏഴാമത്തെ കാര്യം സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. നമ്മളൊക്കെ പലപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ചെറുതും വലുതുമായി ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. പലരെയും രോഗികളായിട്ടുള്ള ആളുകളെ സഹായിക്കാറുണ്ട്. എല്ലാം പുണ്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വ്യക്തി നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനധർമ്മം അത് അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയുള്ള ദാനധർമ്മമാണ്.
അതാണ് ഏറ്റവും നല്ല ദാനധർമ്മം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന നിലനിൽക്കുന്ന ദാനധർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉലമാക്കൾ ആദ്യമായി എണ്ണിയത് പള്ളികൾക്ക് വേണ്ടിയുള്ള ചെലവഴിക്കലാണെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ബനാ മസ്ജിദൻ ബനല്ലാഹു ലഹു മിത്ലഹു ഫിൽ ജന്ന. ആരാണ് ഒരു പള്ളി നിർമ്മിച്ചു നൽകുന്നത്? അള്ളാഹു അവനായി സമാനമായ ഒരു ഭവനം അള്ളാഹു സ്വർഗത്തിൽ എന്തെയും കൊടുക്കുക പറഞ്ഞത് അല്ലേ? അങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊക്കെ എന്താ വെച്ചാല് ഒരു നാട്ടിൽ പള്ളി വേണമെങ്കിൽ എന്ത് ചെയ്യണം? മുഴുവൻ കൂടി അറബികൾക്ക് കൊടുക്കുക. ഇനി നമ്മളെ വക എന്തെങ്കിലും ഇനി പള്ളി ഉണ്ടാക്കി അതിന് വേണ്ടിയുള്ള അതിന്റെ ചെലവുകൾക്ക് വേണ്ടി ഇന്ന് എന്റെ ഒരു വിഹിതം പള്ളി ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഏതായാലും സാധിച്ചിട്ടില്ല, എന്നാലും ഇതിന്റെ ചെലവിലേക്ക് എന്തെങ്കിലും മാറ്റിവെക്കാൻ സാധിച്ച സഹോദരന്മാരെ പുണ്യം ലഭിക്കുമെന്നാണ് പഠിപ്പിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിയൊരു പള്ളി ഒന്നും ഉണ്ടാക്കണമെന്നില്ല. റസൂൽ പറഞ്ഞു, മൻ ബന മസ്ജിദൻ ലില്ലാഹി കമഫ്ഹസി ഖത ഔ അസ്ഗറ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരാണ് അല്ലാഹുവിനായി ഒരു കുരുവിയുടെ കൂടിനോളം വലിപ്പമുള്ള പള്ളി നിർമ്മിക്കുന്നത്? ഒരു കുരുവിക്ക് എത്രയാണ് കൂടാനുള്ള സ്ഥലം വേണ്ട സഹോദരന്മാരെ? അത്ര ചെറിയ പള്ളിയാണെങ്കിലും വലിയ പള്ളിയാണെങ്കിലും എത്രയാണ് നിർവഹിക്കാൻ സാധിക്കുന്നത്? അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ എന്തുണ്ട്? ഒരു ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എട്ടാമത്തെ കാര്യം സഹോദരന്മാരെ, സ്വർഗത്തിൽ ഭവനം കിട്ടാനുള്ള മറ്റൊരു കാര്യമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചത് ഫർള് നിസ്കാരത്തിന് ശേഷവും മുമ്പുള്ള നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തായി നിർവഹിക്കുന്ന നിസ്കാരത്തെ സംബന്ധിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂൽ പറഞ്ഞു, മൻ സാബറ അലാ 12 റകഅതൻ മിന സുന്നഹ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും 12 റകഅത്ത് ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള 12 റകഅത്ത് ആരെങ്കിലും സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ ഒരു ഭവനമുണ്ടെന്നാണ്. അതിന് ഒരുപാട് കാലം അധ്വാനിക്കൊന്നും പോണ്ട, ഒരുപാട് സമ്പത്ത് ചെലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്തരം നിസ്കാരത്തിന്റെ മുമ്പ് ഫർള് നിസ്കാരത്തിന്റെ മുമ്പ് ഒന്ന് തയ്യാറായാൽ മതി എന്നാണ്. ഏതൊക്കെയാണ് സഹോദരന്മാരെ ഈ 12 റകഅത്ത് നിസ്കാരം? സുബഹിക്ക് മുമ്പ് 2 റകഅത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വലിയ പുണ്യമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ളുഹറിന് മുമ്പ് 4 ശേഷം 2, അതേപോലെ തന്നെ മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷമുള്ള 2, ഇങ്ങനെ ഈ 12 റകഅത്തുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതല്ലാത്ത റകഅത്തുകളും ഉണ്ട്. ഈ 12 റകഅത്ത് നമസ്കാരങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരമാവധി കൊണ്ടുവരാൻ ശ്രദ്ധിച്ചാൽ, അല്പശ്രദ്ധ കൊടുത്ത് ജോലിക്കിടയിലും മറ്റും സുന്നത്ത് നിസ്കാരങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തിയാൽ നമുക്ക് ലഭിക്കുന്നത് സ്വർഗത്തിൽ ഒരു ഭവനമാണ് സഹോദരന്മാരെ. അതിനെന്ത് ചെയ്യണം? നല്ലൊരു ക്ഷമയും ശ്രദ്ധയും ഉണ്ടായി തീരണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് മറ്റൊരു ഹദീസിൽ 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? സ്വർഗ്ഗത്തിലും തന്നെ ഒരു ഭവനം കൊടുക്കുന്ന പറഞ്ഞത് ഒരൊറ്റ ഹദീസിലാണ് പറയുന്നത്. റസൂൽ പറയാണ്, അന സഹീമുൻ ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിക്കൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ എന്ത് ചെയ്യും? അവർക്ക് ഒരു വാക്ക് തരികയാണെന്നാണ്. ഞാൻ അവർക്കൊരു വാക്ക് തരികയാണ്. സ്വർഗത്തിൽ അവർക്ക് എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ അരികിൽ ഒരു ഭവനം കിട്ടും. അത് ആർക്കാണെന്നറിയോ? തന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുന്ന ആളുകൾക്ക്. നോക്കിയട്ടെ, ചില ആളുകൾക്ക് തർക്കിച്ചാലേ ഒരു സമാധാനം ഉണ്ടാവും. റസൂല് പറഞ്ഞത് എന്താണ്? തന്റെ ഭാഗത്താണ് ശരി. നമ്മൾ ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? ശരിയാണെങ്കിൽ പോലും അവൻ വെറുതെ തർക്കിക്കാൻ വരികയാണെങ്കിൽ ആ തർക്കത്തിൽ നിന്ന് മാറി നിന്ന് തന്റെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുത്താത്ത തരത്തിൽ മാറി നിൽക്കുകയാണെങ്കിൽ അവനെന്നുണ്ട് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വീട് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പിന്നെയോ വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരാൾക്ക് എന്തെയും വീട് കിട്ടും. ലിമൻ ചറക്കൽ കദിബ വഇൻ കാന മാസിഹ, തമാശക്ക് വേണ്ടിയാൽ പോലും കളവ് പറയാത്തവൻ. തമാശക്ക് എത്രയോ ആളുകൾ കളവ് പറയാറ്. തമാശക്ക് പോലും കളവ് പറയാത്തവനുണ്ട് സ്വർഗത്തിന്റെ മധ്യത്തിൽ എന്ത് ചെയ്യും? അവന്റെ ഒരു വീടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. അതേപോലെ തന്നെയാണ് വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസന ഖുലുഖുഹു,
തന്റെ സ്വഭാവത്തെ നന്നാക്കുന്നവന് സ്വർഗത്തിൽ ഉയർന്ന ഭാഗത്ത് ഒരു വീട് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് സഹോദരന്മാരെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ട കാര്യമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 12ാമത്തെ കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നമ്മൾ കഴിഞ്ഞ 3 ഖുതുബകൾക്ക് മുമ്പ് ഈ വിഷയം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിസ്കാരത്തിനായി സഫു ശരിയാക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചൊരു വിഷയമാണ്. സഫു ശരിയാക്കാത്തവന്റെ നിസ്കാരം പിശാചിന്റെയും പ്രയാസത്തിലാക്കുന്ന ഏത് തരത്തിലാണ് സഫു ശരിയാക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സദ്ദ ഫുർജതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന വറഫഅ ബിഹാ ദറജ. വിടവ് നികത്തിയവന് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന. ഏത് വിടവ് മനസ്സിലായില്ലേ? ആളുകൾ തമ്മിലുള്ള വിടവുകളും ഏതാണ്? ഇതിനെ ബലപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഹദീസ് കാണുവാൻ സാധിക്കും, മൻ സദ്ദ ഫുർജതൻ ഫീ സഫിൻ റഫഅ അല്ലാഹു ബിഹാ ദറജതൻ വബന അല്ലാഹു ബൈതൻ ഫിൽ ജന്ന. ആരാണോ സഫുകൾക്കിടയിലുള്ള വിടവ് നികത്തുന്നത്, വിടവില്ലാതെ പരസ്പരം തന്റെ സഹോദരന്റെ കാലുമായി അടുപ്പിച്ചു നിന്ന് അങ്ങനെ നമസ്കരിക്കുന്നവൻ അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹദീസ് പഠിച്ച ആൾക്കാർക്ക് എന്തുണ്ടല്ല, മറ്റുള്ളവന്റെ കാല് മുട്ടുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇതെന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണല്ലോ, ഇത് സ്വർഗത്തിൽ വമ്പിച്ച പുണ്യം കിട്ടുന്ന കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അവൻ സ്വഫിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും സഹോദരന്മാരെ ശ്രദ്ധിക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. 13ാമത്തെ കാര്യം, സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ഭവനം ലഭിക്കുന്ന മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കറിയാലോ, നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ കൺകുളിർമയാണ്. മക്കൾക്ക് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിൽ പല ആളുകൾക്കും എന്ത് ചെയ്യും, അത് സഹിക്കാൻ കഴിയില്ല. ഒന്ന് വീണു പോയാൽ, അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ, ഒരു പനി ബാധിച്ചാൽ പോലും മക്കൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരു മാതാവിനും പിതാവിനും എന്താണ് വല്ലാത്തൊരു പ്രയാസമാണ്. അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നമ്മൾ എന്ത് ചെയ്യും, നൽകും. എന്നാൽ അങ്ങനെയുള്ള മക്കൾ നമ്മൾ ജീവിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ദുഃഖം നമുക്ക് സഹിക്കാൻ കഴിയും സഹോദരന്മാരെ. ഒരു ചെറിയ പോറലേൽക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വേദനയേക്കാൾ കൂടുതലാണെന്ന് ആ മക്കൾ ഇത്രയും കാലം തന്റെ കൂടെ ഉണ്ടായി ഞാൻ ഓമനിച്ച് വളർത്തിയിരിക്കുന്ന എൻ്റെ കുട്ടി മുതൽ എൻ്റെ കൂടെ ഇല്ല എന്നറിയുമ്പോൾ എത്രമാത്രം വേദനകൾ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇദാ മാത വലദുൽ അബ്ദി ഖാല അല്ലാഹു ലിൽ മലായിക. ഒരു അടിമ സന്താനം മരണപ്പെട്ടാൽ അല്ലാഹു മലക്കുകളോട് ചോദിക്കും. എന്താ ചോദിക്കുക? ഖബലത്തും വലദ അബ്ദി, എന്റെ അടിമയുടെ സന്താനത്തെ നീ പിടിച്ചൂലേ? എന്റെ അടിമയുടെ സന്താനത്തെ നീ പിടിച്ചൂലേ? ഫയഖൂലു, അപ്പോൾ അവർ പറയും നഅം, അതെ. ഫയഖൂലു ഖബലത്തും ഫമറത ഫുആദി. അല്ലാഹുവിന്റെ പ്രയോഗം നോക്കണം സഹോദരന്മാരെ. അവന്റെ കരളിന്റെ കഷ്ണത്തെയാണല്ലോ നീ പിടിച്ചത്. അവർ എത്ര കാലമായി നോക്കി നടത്തുന്നത്, എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് അവന്റെ കരളിന്റെ കഷ്ണത്തെയല്ലേ പിടിച്ചത്. ഫയഖൂലൂൻ നഅം, അതെ. കാരണം എന്താണ്? ഏതൊരു മനുഷ്യനും അവന്റെ മരണമാസന്നമാകുമ്പോൾ നീ പിടിച്ചുകൊണ്ടുപോകും. അതിന് വയസ്സ് പ്രായതൊന്നുമില്ല, കാലില്ല. ഏത് സമയത്താണോ അത് പിടിച്ചു കൊണ്ടുപോകും. അപ്പോൾ അല്ലാഹു ചോദിക്കും, മാദാ ഖാല അബ്ദി. ആ മകനെ, ആ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത്, അവന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ആ മനുഷ്യൻ എന്താണ് പറഞ്ഞത്? അപ്പോൾ അപ്പോൾ അവർ പറയും ഹമിദല്ലാഹ് വസ്തർജ. അവർ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിച്ചു നോക്കട്ടെ, സ്വന്തം മകൻ, സ്വന്തം മകള് മരിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ, കാരണം അത് നമുക്ക് പറയാനുള്ള ഒരു ഈമാൻ ഉണ്ടാവും സഹോദരന്മാരെ. ഏതായാലും മരിച്ചതെന്നില്ല, തിരിച്ച് നമുക്ക് കിട്ടൂല, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഈ പുണ്യമെങ്കിലും നമുക്ക് വാങ്ങാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫയഖൂലുല്ലാഹ് ബിനൂ ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന. അവനെന്ത് ചെയ്യണം? സ്വർഗ്ഗത്തിൽ നിങ്ങൾ എൻ്റെ അടിമക്കായി ഒരു വീട് പണിതു കൊടുക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ് വസമ്മഹു ബൈത്തുൽ ഹംദ്. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? ബൈത്തുൽ ഹംദ് എന്ന് പേരിടണം. ഈ ബൈത്തുൽ ഹംദ് നമുക്ക് കിട്ടണമെങ്കിൽ സഹോദരന്മാരെ ഇത് പറയാൻ കഴിഞ്ഞാൽ മതി. ഇത് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തെന്ത് ചെയ്യണം? ഈമാൻ ഉണ്ടാവണം. അല്ലാഹ് തന്നതാണ് എൻ്റെ സന്താനത്തെ, അല്ലാഹ് തന്നെ തിരിച്ചു കൊണ്ടുപോയി.
എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗത്തിൽ വീട് കരസ്ഥമാക്കാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം നിരന്തരം പരിശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളാണ്. പല ആളുകൾക്കും നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ചിലർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുക്കും. ചിലർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അവയും ചെയ്തു കൊടുക്കും. ഇങ്ങനെ പല നന്മകളും ചെയ്യുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ഒരു നന്മ ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യന് നന്മ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ പ്രതിഫലമല്ലാതെ മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം നാം മറ്റുള്ളവർക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അല്ലാഹുവിന്റെ പ്രീതിക്കായിരിക്കണം. നമ്മൾ എത്ര നന്മകൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്താലും ഒരു കാലത്ത് ആ മനുഷ്യൻ തന്നെ നമ്മുടെ ശത്രുവായി മാറും. അങ്ങനെ എത്രയോ അനുഭവങ്ങളില്ല നമുക്കെല്ലാവർക്കും. ഇതൊക്കെ നമ്മൾ പറയാറില്ല സ്വയം. അവൻ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവൻക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത വീട്, അവന് ജോലിയില്ലാത്ത സമയത്ത് അവന് ജോലി ഞാൻ സംവിധാനിച്ചു കൊടുത്തു, അവന്റെ മക്കളുടെ പഠനത്തിന്റെ ചെലവുകൾ മുഴുവനും ഞാൻ വഹിച്ചു. ഇന്ന് അവൻ എനിക്കെതിരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നാം ആർക്ക് എന്തെങ്കിലും പുണ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ വജ്ഹല്ലാതെ വേറൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഇന്ന് സുബൈക്ക് ഓതിയതാ. എന്താ അവിടെ പറയുന്നത്? അവരെന്താണ്? അള്ളാഹുവിന്റെ പ്രതിഫലമല്ലാതെ അവർ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവരൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒരാൾക്കൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ ഫോട്ടോ കിട്ടണമെന്നല്ല, ജനങ്ങൾ അറിയണമെന്നല്ല, മഹല്ലിലെ മുഴുവൻ ആളുകളും അറിയണമെന്നല്ല. പിന്നെ എന്താണ്? അള്ളാഹുവിന്റെ പ്രതിഫലമല്ലാതെ വേറൊന്നും ആഗ്രഹില്ല. അവരുടെ ഒരു നന്ദി വാക്ക്, അവരുടെ തിരിച്ചൊരു പ്രതിഫലം. ഞാൻ അങ്ങോട്ട് ചെയ്താൽ ഒരുപക്ഷെ എനിക്ക് പിന്നീട് എന്ത് ചെയ്യും? ഞാൻ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവൻ തിരിച്ചെന്നെയും എന്തെയും സഹായിക്കും. സഹായിച്ചില്ല എന്നുള്ളതല്ല, അത് വേറെ വിഷയം. പക്ഷേ അവിടെയും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചാൽ അള്ളാഹു ഒരിക്കലും നമ്മളെ വഞ്ചിക്കില്ല സഹോദരന്മാരെ. എന്തേ? കാരണം അവിടെയാണ് മുഖം ചുളിച്ചു പോകുന്ന, പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള പരലോകത്തുള്ള ആ ദിവസം ഉണ്ടല്ലോ, അത് പേടിച്ചിട്ടായിരിക്കണം നാം ഓരോ കാര്യങ്ങളും, ഓരോ നന്മകളും സഹോദരന്മാരെ ചെയ്യേണ്ടത്. അല്ലാതെ നന്മകൾ ഒരുപാട് ചെയ്ത് ആരും എന്നുമായി സഹകരിക്കുന്നില്ല, ഇനി ഞാൻ നന്മ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാലും ആർക്കാണ് നഷ്ടം സഹോദരന്മാരെ? നമുക്ക് തന്നെയല്ലേ, നമുക്ക് തന്നെയാണ്. നന്മ എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നന്മ ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ തൃപ്തി ആയിരിക്കണം അല്ലെ? നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയില്ലേ, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബി എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ ആദ്യം പറയുന്ന വിഷയം എന്താണ്? റളീതു ബില്ലാഹ്, അള്ളാഹു ഞാൻ നിന്നെ തൃപ്തിപ്പെടുന്നു. അള്ളാഹു നിന്നെ ഞാൻ തൃപ്തിപ്പെടുന്നു. അള്ളാഹുവിനെ തൃപ്തിപ്പെടണമെങ്കിൽ ആ റബ്ബ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ സഹോദരന്മാരെ ഉണ്ടാവണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കിയട്ടെ, ഇന്നത്തെ ദിവസം നമുക്കറിയാലോ, നമ്മൾ പിന്നെ സ്കൂളുകളൊക്കെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്യാച്ചാല് പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ടും സ്കൂളുകളാണ്. എന്തിനാണ് സ്കൂൾ വെക്കല് വേണ്ടത് എന്നുള്ളത് അവരവരുടെ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ആലോചിക്കണം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്.
പലപ്പോഴും ഇന്ന് കുട്ടികൾ എന്ത് ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഡ്രസ് കോഡുകളിലൂടെയാണ് അങ്ങാടികളിലൂടെ നടക്കുന്നത്. യൂണിഫോം അല്ല, പിന്നെന്താണ്? ഒരു പ്രത്യേകമായ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്? അത് ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയട്ടെ, എവിടെ അള്ളാഹു അവിടെ തൃപ്തിപ്പെടുന്നു? നമ്മുടെ മക്കളും അങ്ങനെയാണെങ്കിൽ സഹോദരന്മാരെ, ഈ പ്രാർത്ഥന കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാകുക? റളിയത്തുമില്ല എന്ന് രാവിലെ പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആഘോഷങ്ങളിൽ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആചാരങ്ങളിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ എന്തർത്ഥമാണ് ഈ പ്രാർത്ഥന കൊണ്ടുണ്ടായിത്തീരുക സഹോദരന്മാരെ? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാം, എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലും ഞാൻ പോകില്ല, എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലും എന്റെ മക്കളെ ഞാൻ അയക്കില്ല, എന്റെ റബ്ബിന്റെ തൃപ്തിയില്ലാത്തൊരു കാര്യത്തിലും എന്റെ ഭാര്യയെ, എന്റെ ഭർത്താവിനെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ സഹോദരന്മാരെ, വിശ്വാസികൾ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. അത്തരം ആളുകൾക്കാണ് പരലോകത്ത് എന്ത് ചെയ്യുക? വമ്പിച്ച വിജയമുണ്ടായിത്തീരുക. റഹ്മാനായ നാഥൻ അങ്ങനെയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ പ്രത്യേകമായി വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ. പലരും നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം പോലും മരണപ്പെട്ടിട്ടുള്ള നമുക്കറിയാവുന്ന പലരുമുണ്ട്. അള്ളാഹുവെ, അവർ നിന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹം ചെയ്യുമാറാകണമേ. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മഹാഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകണമേ. നിന്റെ പ്രത്യേകമായ ഭവനം ലഭിക്കുന്ന, സ്വർഗത്തിൽ ഭവനം ലഭിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അള്ളാഹുവെ, ആ ഭവനം ലഭിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകണമേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ നന്മകളും അള്ളാഹുവെ റിയാ ഇല്ലാത്ത തരത്തിൽ പ്രവർത്തിക്കുവാനും അത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാകണമേ. സകലമായ തിന്മയിൽ നിന്നും മാറി നല്ലൊരു ജീവൻ നയിക്കുവാൻ അള്ളാഹു ഞങ്ങളിൽ നിന്ന് സഹായിക്കുകയും ചെയ്യുമാറാകണമേ. പരസ്പര വിദ്വേഷങ്ങളില്ലാതെ, പിണക്കങ്ങളില്ലാതെ നല്ല മനസ്സുമായി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമ നൽകി അള്ളാഹു ഞങ്ങളെ അനുഗ്രഹം ചെയ്യുമാറാകണമേ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.